വെങ്കറ്റ് ആ മയക്കതാ. ഹലോ ഹലോ അളിയാ, ആദ്യത്തെ 2 റോ VIP ചെയർസ്, ബാക്കിയുള്ളതൊക്കെ നോർമൽ. ഓക്കെ പണി വണ്ടികളൊക്കെ കയറ്റി കൊണ്ടിരുന്നത് കണ്ടില്ലേ? പുറത്തു വയ്ക്കാൻ പറ, ഇവിടെ സ്ഥലമില്ലടാ. ഓക്കെ ഞാൻ നോക്കിക്കോളാം. ഈ ഫെസ്റ്റ് ഭംഗിയെ തന്നെ നടക്കണം, ഒരു പ്രോബ്ലം ഉണ്ടാവരുത്. എടൈവാ, എങ്ങനെയെങ്കിലും ഈ ഫെസ്റ്റ് നിർത്തിക്കണം. നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എല്ലാം ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, പിന്നെ എന്നോട് ചാടിക്കിടിക്കാൻ വരല്ലേ. ഏയ് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ഫെസ്റ്റ് നടക്കുന്നു തോന്നുന്നുണ്ടോ? ഈ വഴക്ക് ഒരിക്കലും തീരില്ലേ? എന്താടി ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നെ? നീ ആരെയും വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണോ? മേ കമിൻ സർ? കേറി വാ രേവന്ത്. എന്താ എല്ലാരും കൂടെ? അത് പിന്നെ സർ, എല്ലാ കോളേജുകളിലും ഇപ്പോൾ ഫെസ്റ്റ് സ്റ്റാർട്ടായി. സോ നമ്മുടെ കോളേജിലും ഫെസ്റ്റ് തുടങ്ങുന്ന കാര്യം സംസാരിക്കാൻ വന്നത്. ഓ, സ്റ്റുഡൻസ് എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് സർ. എനിക്കറിയാം, എനിക്കും ഇൻട്രസ്റ്റാ. കഴിഞ്ഞ ഫെസ്റ്റിന് നടന്ന തല്ല ഓർമ്മയുണ്ടല്ലോ. ഇത്തവണ ചെയർമാൻ സമ്മതിക്കും തോന്നുന്നില്ല. സാറായിരുന്നു ഞങ്ങളുടെ ആകെയുള്ള ഒരു പ്രതീക്ഷ. സാർ എങ്ങനെയെങ്കിലും ഇത് ചെയർമാനോട് പറഞ്ഞൊന്ന് സമ്മതിപ്പിച്ച് ഓക്കെ ആക്കി താ സാർ. ഇത്തവണ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ നോക്കണം സാർ. എടാ ഒന്ന് പറടാ. ഞാൻ നോക്കട്ടെ. ഇവന്മാരാണെങ്കിൽ ഒരു നടക്കി പോകുകയില്ല, എന്റെ വയറ്റിൽ നിന്നാണെങ്കിലും പോണില്ല. കക്കൂസിലിരിക്കുമ്പോഴും സമാധാനം തരില്ല. ആ പറയടോ പ്രിൻസിപ്പാളെ. അവൻ വേറൊന്നുമില്ല, നമ്മുടെ കോളേജിന്റെ ഫെസ്റ്റിനെ പറ്റി. എടോ, കഴിഞ്ഞ തവണ നടന്ന പ്രശ്നമൊന്നും പോരോ എനിക്ക്. എന്തിനാ അടുത്ത പ്രശ്നം? സമാധാനായിട്ട് AC ഇരുന്ന് പണിയെടുത്താ പോരെ? അല്ല, ഒരു തവണ ബാത്റൂമിൽ വഴുതി വീണെന്ന് കരുതി ബാത്റൂമിൽ നമ്മൾ പോകാതിരിക്കില്ലല്ലോ. അമ്പടാ, ഭയങ്കര തത്വമൊക്കെ പറയുന്നുണ്ടല്ലോ. തനിക്ക് ബുക്കിൽ ചാപ്റ്റർ ഉണ്ടായാൽ മതി, എനിക്ക് റൂമിൽ ഒരു ക്വാർട്ടർ ഉണ്ടായാൽ മതി. ഈ തവണ രേവന്താ ചെയ്യുന്ന, അവൻ നല്ലൊരു പയ്യനാ. ഇത് ഓർഗനൈസ് ചെയ്യുന്നൊക്കെ അവൻ തന്നെ ആയിരിക്കും. ഒരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം, അതെന്റെ ഉത്തരവാദിത്തം. ഓ, വയറ്റിൽ മൂവ്മെന്റ് സ്റ്റാർട്ടായി. നല്ല ശകുനം. ആയിക്കോട്ടെ, താനൊരു കാര്യം പറഞ്ഞതല്ലേ, ഇത്തവണ ഓക്കെ. പക്ഷേ ഫെസ്റ്റിന്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സ്പോട്ടിൽ നിർത്തിക്കൊള്ളാം. ഓക്കെ ആയിക്കോട്ടെ സാർ. ഇവിടെ എന്റെ ഫെസ്റ്റ് സ്റ്റാർട്ടായി, പിന്നെ കാണാം. എന്റെ അമ്മേ, ഒരു കണക്കിന് സമ്മതിപ്പിച്ചു. എന്നാ പിന്നെ ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ നോക്ക്. പിന്നെ ഒരു കാര്യം പറയട്ടെ, എന്തെങ്കിലും പ്രശ്നം ഇടയിൽ സംഭവിച്ചാ ഫെസ്റ്റ് ഉടനെ നിർത്തിവെക്കാനാ പറഞ്ഞത്. ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ നോക്കിക്കോളാം സാർ. വെരി ഗുഡ്. ഇത്തവണ ഫെസ്റ്റിന് പേരെന്താ വെക്കുന്നത്? സർ, ഞങ്ങൾ പേരൊന്നും ഇട്ടിട്ടില്ല. ഒരു നല്ല പേര് സാറ് തന്നെ സജസ്റ്റ് ചെയ്യും. പുതിയ പേരെന്ന് വെച്ചാ, ഈ ലോകത്തിനറിയാത്ത ഒരു പുതിയ കാര്യം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ പറയണമെങ്കിലും അത് നിങ്ങളെ പോലുള്ള യൂത്തിനെ പറ്റൂ. ഇങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴുണ്ടാകുന്ന എക്സൈറ്റ്മെന്റ് അസാധ്യമായിരിക്കും. ആ കിക്ക് നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിന്റെ പേര് യുറേക്ക. Java is object-oriented programming language. It has concept like inheritance. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? Good question. തന്റെ മുത്തച്ഛന്റെ സ്വത്ത് ആർക്കാ കിട്ടുക? എന്റെ അച്ഛന്. തന്റെ അച്ഛന്റെ സ്വത്ത് എനിക്ക്. അത് തന്നെയാണ് ഇൻഹെറിറ്റൻസ്. ഇരിക്കും. സാർ, നോട്ടീസ്. എന്ത് നോട്ടീസ് ആണോ എന്തോ. ഫെസ്റ്റ് സ്റ്റാർട്ട് ആകാൻ പോവാണ്. സ്പോർട്സ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ടെക്നോ ഇവന്റ്സ്, ബ്ലാ ബ്ലാ ബ്ലാ, അതുപോലെ എല്ലാം ഉണ്ട്. 10 ദിവസത്തിനുള്ളിൽ ഫെസ്റ്റ് നടക്കും. എല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാ. എങ്ങോട്ടാണ് പോകുന്നത്? ഫെസ്റ്റ് സ്റ്റാർട്ട് ആയില്ല, ഇനി ക്ലാസ്സിലിരിക്കുന്നതിനാ ടെസ്റ്റ് ചെയ്ത് കാണാന്നേ. എടാ, രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്താടാ. ഈ ഒരു ക്ലാസ് എങ്കിലും ഒന്ന് കേക്കടാ പ്ലീസ്. ഇപ്രാവശ്യം ഫെസ്റ്റിന് നമുക്ക് സാരി എടുക്കാടി. അത് അടിപൊളിയായിരിക്കും. ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് എനിക്ക് ബോറടിച്ചു. അതേന്നെ. ഇത്തവണത്തെ ഫെസ്റ്റിൽ നമുക്ക് ഡ്രാമ ചെയ്യാം. പിന്നെ അടിച്ച് പൊളിക്കാടാ. ഈ ഫെസ്റ്റിനെങ്കിലും ഒരു പെങ്കൊച്ചിനെ വീഴ്ത്തണം. അതൊക്കെ സെറ്റ് ആക്കാം, നീ സമാധാനിക്കേ. ഇത്തവണ റോബോട്ടിക്സിനെ കുറിച്ചുള്ള പ്രസന്റേഷനാണ് ചെയ്യുന്നത്. നിനക്ക് ക്ലാസിക്കൽ ഡാൻസ് അറിയില്ലേ? അപ്പൊ അത് ചെയ്യും.
ഓക്കെ ചേച്ചി. എന്താടാ നെഞ്ചും വിരിച്ച് വലിയ കുണ്ടേ പോലെ നിൽക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? യുവയില്ലാത്ത സമയത്ത് ഈ കോളേജിന്റെ ഡോൺ ഞാനല്ലടാ. കണ്ടില്ലേ ഇവിടേക്ക് എത്ര സൈലന്റ് ആണെന്ന്. നീ ഡോണല്ലടാ, വെറും ബണ്ണാണ്. ഓവറായിട്ട് ഫീൽ ചെയ്യല്ലേ? ഓ യുവമാർ ഇവിടെ ഉണ്ടായിരുന്നു. ഡാ, ഇങ്ങ് വന്നേ. ആ ഫ്രഷേഴ്സ് ജീൻസ് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞില്ലട്ടാ. അല്ലടാ, നമ്മുടെ ജൂനിയേഴ്സ് ഒക്കെ എന്താ ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് വരുന്നേ? ഇവർക്ക് നമ്മളൊന്നും ഒരു പേടിയില്ലാണ്ടായി. ഞാൻ ശരിക്കും തരടാ. പാൻറ് ഊരാ, ചേട്ടാ അങ്ങോട്ട് ഊരാ. വേട്ടെ, ഇത് ബോക്സറാ? കുറച്ച് കംഫർട്ടബിൾ ആവുന്ന കരുതിട്ടാ. അമ്പോ, അവന്റെ മുഖത്ത് നാണം നോക്കിയടാ. അപ്പൊ ശരി, ഇന്ന് മുതല് ഈ ഫെസ്റ്റ് തീരുന്നവരെ ഈ ട്രൗസർ ഇട്ടുകൊണ്ട് തന്നെ നീ നടക്കണം. കംഫർട്ടബിൾ ആയിക്കോട്ടെ. കോളേജിൽ ട്രൗസർ ഒക്കെ ഇടുന്നത് നാണക്കേടല്ലേ? നോക്കനിയ, പണിഷ്മെന്റ് എപ്പോഴും ഇങ്ങനെ ടഫായിരിക്കും, പക്ഷെ ഇഷ്ടത്തോടെ ചെയ്യണത്. പക്ഷെ നീ ഇനി അത് ചെയ്തില്ല എന്ന് വിചാരിച്ചോ, എന്നെ ഹേർട്ട് ചെയ്യാണ്, ഞാൻ നിന്റെ തൊലി ഇരിക്കും. പോന്നോക്ക്. ശരി ചേട്ടാ. പാടെ. പോ പോ പോ. ജാൻവി, നീ ഹെൽപ്പ് ഡെസ്ക് നോക്ക്. ഓക്കെ ദാ, രാവന്ത്. നീ സ്പോർട്സിന്റെ കാര്യങ്ങൾ നോക്ക്. നീ ടെക്നോ ഇവന്റ്സ്, ഓക്കെ. നീ കൾച്ചറൽ ആക്ടിവിറ്റീസ് നോക്കും. ഞാൻ ഓവറോൾ കാര്യങ്ങളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തോളാം. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെടാ. ഈ ഫെസ്റ്റ് ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ 10 ദിവസം നന്നായിട്ട് കഷ്ടപ്പെടണം. റൂൾസ് ഇവിടെയുള്ള ഒരാൾ പോലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. യുറേക്കാന്നാ? ഇത് എവിടെയാണ് കേട്ടിട്ടുണ്ടല്ലടാ. ആ, യുറേക്ക സക്കമിക്ക, നമ്മുടെ ബൾബ് വാങ്ങിച്ചോ. ദേ കണ്ട വരുന്നു നമ്മുടെ ഹീറോ, നമ്മുടെ ആള് സീറോ. യുറേക്ക സക്കമിക്ക 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 സക്കമിക്ക. ഒന്നും മിണ്ടാതിരി, അവന്റെ കോപ്പിലൊരു പാട്ട്. ആടാ, നീ സ്പോർട്സ് നോക്കിയോ, നീ കൾച്ചറൽ നോക്കിയോ, നീ ഹെൽപ്പ് ഡെസ്കിലേക്ക്. എന്താടാ കാര്യം? എന്താ കാര്യന്നോ? ബാക്കിയുള്ളവരൊക്കെ ഫെസ്റ്റിന്റെ കാര്യം നോക്കുക. പിന്നെ നമ്മളൊക്കെ എന്തിനാണ് നിൽക്കുന്നേ? നമ്മളെന്താണ് രണ്ടാം കൂടെ ഉള്ളതാ, നമുക്ക് സെറ്റ് ആയി കളയാം. ദാ, നീ മദ്യം വാങ്ങി, നീ സോഡ വാങ്ങി, നീ ടച്ചിങ്സ് വാങ്ങി, ഞാൻ ഫിഗറിന് നോക്കാം. ഒന്ന് തന്നാണ്ടല്ലോ പല്ലും ആ, വെളിവില്ലാത്ത വിട്ടേ. ഇല്ലാത്തവൻ. എന്ത് പറഞ്ഞാലും കളിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇത്തവണ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റിയുക. ഇഡിയറ്റ്സ്, വെറുതെ എന്റെ സമയം മെനക്കെടുത്തി. എന്തു പറ്റി സാറേ? ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഫെസ്റ്റിന്റെ പേരിൽ സമയം കളയാനായിട്ട് എത്ര സിലബസ് കവർ ചെയ്യാനുണ്ട്? സെമസ്റ്റർ ആണെങ്കിൽ കഴിയാറുമായി. ഞാൻ എംടെക് ഗോൾഡ് മെഡലിസ്റ്റാ. എന്നെ പോലുള്ള ഒരു 10 കുട്ടികളെ വാർത്തെടുക്കാന്നോ ഞാൻ വിചാരിച്ചത്. കൂളാവും സാറേ, 2 ദിവസം നമുക്കൊരു റെസ്റ്റ് കിട്ടുമല്ലോ. എന്റെ സാറേ, വാങ്ങുന്ന ശമ്പളത്തിന് ജോലി എടുത്തില്ലെങ്കിൽ കഴിക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങൂല സാറേ. ഗുഡ് മോർണിംഗ് സർ. അവര് മാത്രമാണ് നിങ്ങളുടെ സ്റ്റുഡൻസ്. അപ്പൊ ഞാനൊന്നല്ലേ? ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി താ സാർ, ഞങ്ങളും അതൊക്കെ ചെയ്യാൻ റെഡിയാ. പ്രിൻസിപ്പലിന്റെ മുമ്പിൽ നിന്ന് സിഗരറ്റ് വലിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടാവും, പക്ഷെ നിന്നെ വിശ്വസിച്ച് ഫെസ്റ്റ് നടത്താനുള്ള ധൈര്യം എനിക്കില്ല. എന്നാലും നീ ഒരു ജോലി തരാൻ പറഞ്ഞാലേ ഇവിടെ ഒന്നിനും തടസ്സം ഉണ്ടാക്കരുത്. അതാ നിനക്കുള്ള ജോലി. വായിൽ എന്തെങ്കിലും ഇടുന്ന് ചവക്കെങ്കിലും ചെയ്യും. ഗുഡ് മോർണിംഗ് എവ്രി വൺ, വെൽക്കം ടു യുറേക്ക. നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഫെസ്റ്റ് അടുത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് ഏത് ഇവന്റ് എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നതിന്റെ അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ റീച്ച് ഔട്ട് മീ. ദിസ് ഇസ് ജാൻവി. താങ്ക് യു. വലിയ കാര്യമായിട്ട് ഫെസ്റ്റ് തുടങ്ങി വെച്ചല്ലോ നീ.
കണ്ടോണ്ട് നിൽക്കുക, ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യും. ശരിക്കും പറഞ്ഞ നിന്നെയല്ല, നിനക്കൊക്കെ പെർമിഷൻ തന്ന ചെയർമാനെ തല്ലണ്ടേ. താല നോക്കി